ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ്. ഇസ്രയേലിലെ ഹൈഫ എയർപോർട്ടിലുള്ള പവർ സ്റ്റേഷനിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ടെലിഗ്രാം ചാനൽ വഴി ഇസ്ലാമിക് റെസിസ്റ്റൻസ് അറിയിച്ചു. പലസ്തീനി ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ കൂട്ടക്കൊലയ്ക്ക് മറുപടിയായാണ് തങ്ങളുടെ നടപടിയെന്ന് സംഘടന പറയുന്നു. ശത്രുവിന്റെ ശക്തികേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കുന്നതുവരെ ഇസ്രയേലി ഭരണകൂടത്തിനെതിരെ ആക്രമണങ്ങൾ തുടരുമെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി പ്രാവശ്യം ഇറാഖ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ച ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിലെ കെമിക്കൽ സംഭരണ കേന്ദ്രത്തിന് നേരെ ഇറാഖ് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഗാസയിലെ വംശഹത്യയിൽ ഇസ്രയേൽ നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ജനുവരി അവസാന വാരം ജോർദാൻ അതിർത്തിയിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നടത്തിയ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 30,631 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ശുദ്ധജലം പോലും കിട്ടാതെ നരയിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കായി ബ്രിട്ടൻ കൊടുത്തയച്ച വാട്ടർ ഫിൽട്ടറുകൾ ഇസ്രയേൽ തടഞ്ഞുവെച്ചു. ഇവ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിർത്തിയിൽ തടഞ്ഞതെന്ന് UK പാർലമെന്റ് അംഗം റോസേനെ അലീൻ ഖാൻ പറഞ്ഞു. UK നൽകിയ വാട്ടർ ഫിൽട്ടറുകൾ ഭീഷണിയാണെന്ന് പറഞ്ഞ് ഗാസയിലേക്ക് കൊണ്ടുപോകുന്നത് ഇസ്രയേൽ തടഞ്ഞു. 1350 വാട്ടർ ഫിൽട്ടറുകളും 2560 സോളാർ ലൈറ്റുകളും ഒക്ടോബറിലാണ് UK സർക്കാർ ഗാസയിലേക്ക് അയച്ചത്. അതിന്റെ പട്ടിണി രൂക്ഷമായ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള സഹായവുമായി പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹന വ്യൂഹങ്ങൾ ഇസ്രയേൽ തടയുന്നത് തുടർക്കഥയാകുന്നതോടെ ഇവിടേക്ക് പ്രവേശന കേന്ദ്രങ്ങൾ തുറക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾ സ്കൗ ആവശ്യപ്പെട്ടു. വടക്കൻ ഗാസയിലെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യസഹായം ലഭിക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും തന്റെ ഏജൻസി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വടക്കൻ ഗാസയിൽ പട്ടിണി വിനാശകരമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. അവിടെ കുട്ടികൾ പട്ടിണിയെ തുടർന്നുള്ള രോഗങ്ങൾ മൂലം മരിക്കുകയും പോഷകാഹാരക്കുറവ് മൂലം ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടുകയും ചെയ്യുന്നു. ഇവിടേക്കുള്ള WFPയുടെ ഭക്ഷണ സഹായ വാഹന വ്യൂഹത്തിന്റെ പ്രവേശനം ഇസ്രയേൽ സൈന്യം തടയുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഏതൻ കടലിൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ തീപിടിച്ച ചരക്ക് കപ്പലിൽ നിന്ന് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തു. 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 ജീവനക്കാരെയാണ് നാവികസേനയുടെ INS കൊൽക്കത്ത രക്ഷപ്പെടുത്തിയത്. മാർച്ച് 4-നാണ് ലൈബീരിയൻ പതാകയുള്ള ചരക്ക് കപ്പൽ MM സ്കൈക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായത്. രാത്രി 10:30 കപ്പലിന് തീപിടിച്ച വിവരം അറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി INS കൊൽക്കത്ത പുറപ്പെടുകയായിരുന്നു. മാർച്ച് 5-ന് 12-അംഗ പ്രത്യേക അഗ്നിശമന സംഘവുമായി INS കൊൽക്കത്ത ലൈബീരിയൻ കപ്പലിന് സമീപത്തെത്തി. പ്രത്യേക സംഘം തീപിടിച്ച കപ്പലിൽ കയറി ജീവനക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മാർച്ച് 2-ന് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകരാറിലായ ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ റൂബി മാർ ചെങ്കടലിൽ മുങ്ങിയിരുന്നു. ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിന് നേരെ ഫെബ്രുവരി 18-നാണ് ചെങ്കടലിൽ യമനിലെ അൽ മോക്ക തുറമുഖത്തിന് 35 നോട്ടിക്കൽ മൈൽ അകലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. മധ്യ അമേരിക്കൻ രാജ്യമായ ലെബനീസിന്റെ പതാക വഹിച്ചുള്ള കപ്പലിന് സാരമായ കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരുന്നു. ഗാസയിൽ പലസ്തീനുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കുന്നിടത്തോളം ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.